ഏവർക്കും +1 മോഡൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വിദ്യാർത്ഥികളുടെ മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി മാസം 15-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ടൈം ടേബിൾ ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് 4 ഡേയ്സ് കൊണ്ടാണ് നിങ്ങളുടെ മോഡൽ എക്സാമിനേഷൻ നടത്തുന്നത്. തീർച്ചയായും ടൈം ടേബിൾ കുറച്ച് കഠിനം ആണ് എങ്കിലും നിങ്ങൾ മുൻകൂട്ടി അതിനുവേണ്ടിയുള്ള പ്ലാനിംഗ് നടത്തുകയാണെങ്കിൽ വലിയ പരിക്കില്ലാതെ എഴുതി പൂർത്തീകരിക്കാൻ സാധിക്കും. മോഡൽ എക്സാമിനേഷൻ അല്ലേ, അത് വലിയ പ്രാധാന്യത്തോട് എടുക്കേണ്ട ആവശ്യമുണ്ടോ, എഴുതണോ എന്നൊരു ചിന്ത ചിലർക്കെങ്കിലും കാണും. തീർച്ചയായും മോഡൽ എക്സാമിനേഷൻ അതീവ പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കുക. കാരണം ഈ വർഷത്തെ പബ്ലിക് എക്സാമിനേഷന്റെ അതേ ക്വസ്റ്റ്യൻ പാറ്റേണിലും അതേ നിലവാരത്തിലുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും മോഡൽ എക്സാമിനേഷനും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ പബ്ലിക് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ അതുപോലെ ക്വസ്റ്റ്യന്റെ നിലവാരം മനസ്സിലാക്കാൻ ഈ മോഡൽ എക്സാമിനേഷൻ നിങ്ങളെ സഹായിക്കും. ഏതൊക്കെ ചാപ്റ്ററിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതിൽ തന്നെ ഏതൊക്കെ പോർഷനിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കൂടുതൽ സാധ്യത തുടങ്ങിയ കാര്യങ്ങൾ സ്വയം ഒന്ന് ബോധ്യപ്പെടാൻ ഈ മോഡൽ എക്സാമിനേഷൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമിനേഷൻ എഴുതുന്നതിന് മുന്നേ എല്ലാ സബ്ജക്റ്റും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. ഇവിടെ മാത്തമെറ്റിക്സ് സബ്ജക്റ്റിന്റെ സ്റ്റഡി പ്ലാൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് 12 ഡേയ്സിനുള്ളിൽ 12 ദിവസത്തിനുള്ളിൽ എങ്ങനെ നമ്മുടെ 12 ചാപ്റ്റേഴ്സും, നമുക്ക് മാത്തമെറ്റിക്സിൽ 12 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്, എങ്ങനെ പഠിച്ചു തീർക്കാം, പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കാം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുന്നേ ജസ്റ്റ് ടൈം ടേബിൾ ഒന്ന് പരിചയപ്പെടുത്താം. മോഡൽ എക്സാമിനേഷന്റെ ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. രാവിലെ സെക്കൻഡ് ലാംഗ്വേജ്, ഉച്ചയ്ക്ക് ശേഷം ഇംഗ്ലീഷ്. ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, തയ്യാറെടുക്കൂ, മികച്ച രീതിയിൽ എഴുതൂ. നെക്സ്റ്റ് ഡേ 16-ാം തീയതി 2 എക്സാമിനേഷൻ. ഒട്ടുമേ സംസാരിക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. കാരണം കഠിനമായ 2 സബ്ജക്റ്റുകളാണ്. കെമിസ്ട്രി എക്സാമിനേഷൻ രാവിലെ, ആഫ്റ്റർനൂൺ ബയോളജി എക്സാമിനേഷൻ. ബോട്ടണിയും സുവോളജിയും കൂടെ ചേരുമ്പോഴാണ് ബയോളജി ആകുന്നത്, നിങ്ങൾക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് ആശ്വാസത്തിന്റെ കുളിർത്തന്നലായി ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. 17 സാറ്റർഡേ അവധിയാണ്, 18 സൺഡേ അവധിയാണ്, 19 നിങ്ങൾക്ക് തിങ്കളാഴ്ച എക്സാമിനേഷൻ ഇല്ല. 3 ദിവസത്തെ ഒരു നല്ല ഗ്യാപ്പ് ഉണ്ട് അല്ലെ. അടുത്ത 20-ാം തീയതിയും ആഫ്റ്റർനൂൺ ആണ് നിങ്ങളുടെ എക്സാമിനേഷൻ. അപ്പൊ ഒരു 3.5 ദിവസം നല്ല ഗ്യാപ്പ് ഉണ്ട്. ആഫ്റ്റർനൂൺ എന്താണ് ഫിസിക്സ് എക്സാമിനേഷൻ, 21-ാം തീയതി ഫോർനൂൺ മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ. അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു 4 എക്സാമിനേഷൻ വലിയ പരിക്കില്ലാതെ എങ്ങനെ എഴുതി പൂർത്തീകരിക്കാം. കാരണം അടുത്ത 2 സബ്ജക്ട് പഠിക്കാൻ ഒരു 3.5 ദിവസം നമുക്കുണ്ട്. അത് മതി, ധാരാളം. ഫിസിക്സും മാത്തമെറ്റിക്സും പഠിച്ചു തീർക്കാൻ സാധിക്കും. സോ വളരെ നേരത്തെ മുൻകൂട്ടി നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് കെമിസ്ട്രി ബയോളജി പഠിച്ചു തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ഒപ്പം അത് മാത്രമല്ല, ഈ 2 സബ്ജക്റ്റുകൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ അതും പഠിക്കുവാനുള്ള സമയം കണ്ടെത്തണം. സോ തീർച്ചയായും ഓൾറെഡി നിങ്ങൾ ഒരു ചെറിയ രീതിയിൽ ഓണം എക്സാമിനേഷൻ എഴുതി കാണും. അതിനുശേഷം ക്രിസ്മസ് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട്. എങ്കിലും കേരളം മൊത്തമുള്ള ഒരു പബ്ലിക് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിൽ നിങ്ങൾ ആദ്യം എഴുതാൻ പോകുന്ന ഒരു എക്സാമാണ് മോഡൽ എക്സാമിനേഷൻ. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എങ്ങനെ നമുക്ക് അടുത്ത 12 ദിവസങ്ങൾക്കുള്ളിൽ മാത്തമെറ്റിക്സ് സബ്ജക്റ്റിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പഠിക്കാം, അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കുക. ഇന്ന് ഞായറാഴ്ചയാണ്, തീർച്ചയായും നിങ്ങൾക്കറിയാം. അതിനുവേണ്ടി ഒത്തിരി സമയം നിങ്ങൾക്ക് കിട്ടും. അവധി ദിവസമാണ്. 2 ചാപ്റ്റർ എന്ന് പഠിക്കുക. ഒന്ന് ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ്, വളരെ സിമ്പിൾ, ഓൾറെഡി നമുക്കറിയാം എന്നായിരിക്കും പലരും പറയുന്നത്. ഒപ്പം റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഈ 2 ചാപ്റ്റർ നിങ്ങൾ ഇന്ന് പഠിച്ചു പൂർത്തീകരിക്കാൻ സാധിക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ഈ ചാപ്റ്ററിന്റെ ക്യാപ്സൂൾ ഫോമിലുള്ള റിവിഷൻ ക്ലാസ്സസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ റിവിഷൻ ക്ലാസ് കണ്ട് പഠിച്ചാൽ മതി. +1 സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള 2024 സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ ചാപ്റ്ററിന്റെയും റിവിഷൻ ക്ലാസ്സസ് ഓൾറെഡി നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ക്ലാസ്സുകളെല്ലാം ഉൾപ്പെടുത്തിയ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. അത് കണ്ട് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അതുപോലെ ഫുൾ മാർക്കൊന്നും വേണ്ട, ഇതുവരെ കാര്യമായി ഒന്നും പഠിച്ചില്ല, എങ്ങനെയെങ്കിലും ഒരു 50%, 60% മാർക്ക് മതി, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് കണ്ടുപഠിക്കാം. എന്താണ് ആവശ്യമെന്ന് നിങ്ങൾ തീരുമാനിക്കൂ. സോ ഞായറാഴ്ച ദിവസം പഠിക്കുന്നു 2 ചാപ്റ്റർ. നെക്സ്റ്റ് തിങ്കളാഴ്ച സ്കൂളിൽ പോകണം, എനിക്കറിയാം. പക്ഷെ എന്നാലും മെജോറിറ്റി സ്കൂളുകളിൽ ഇപ്പൊ റിവിഷൻ ആയിരിക്കും, അതിന് പാരലായിട്ട് പോവുക. അന്ന് എന്ത് പഠിക്കണം? ട്രിഗണോമെട്രി ഫംഗ്ഷൻ എന്ന ചാപ്റ്റർ പഠിച്ച് പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ചിലപ്പോൾ തീരില്ലായിരിക്കും, പക്ഷെ തീർക്കുവാൻ ശ്രമം നടത്തണം. നെക്സ്റ്റ് മൺഡേ എന്താണ്? ട്രിഗണോമെട്രി. ട്യൂസ്ഡേ 2 ചാപ്റ്റർ പഠിക്കണം, ചെറിയ ചാപ്റ്റർ. ലീനിയർ ഇനിക്വാളിറ്റീസും കോംപ്ലക്സ് നമ്പേഴ്സും വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്, പെട്ടെന്ന് പഠിച്ച് പൂർത്തീകരിക്കാൻ പറ്റുന്ന 2 ചാപ്റ്റർ.
നെക്സ്റ്റ് വെനസ്ഡേ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ പഠിക്കുക. വെനസ്ഡേ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. തേഴ്സ്ഡേ വളരെ ചെറിയ ചാപ്റ്റർ ആണ്, ബൈനോമിയൽ തിയറം. അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ കൂടെ തരുന്നു, സീക്വൻസസ് ആൻഡ് സീരീസ്. തേഴ്സ്ഡേ നിങ്ങൾ പഠിക്കേണ്ടത് സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്റർ. ഫ്രൈഡേ നിങ്ങൾ പഠിക്കേണ്ടത് കോണിക് സെക്ഷൻ. സാറ്റർഡേ നിങ്ങൾ പഠിക്കേണ്ടത് തീർച്ചയായിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, 3 ഡയമെൻഷണൽ ജോമെട്രി. അന്ന് ആ ഒരു ചാപ്റ്റർ മാത്രമേ നൽകുന്നുള്ളൂ. എന്തെങ്കിലും കാരണത്താൽ അതിന് മുന്നേ പറഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും പോർഷൻസ് ചാപ്റ്റേഴ്സ് പഠിച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ദിവസമാണ് സാറ്റർഡേ. അപ്പൊ 3Dയുടെ ഒപ്പം ഏതെങ്കിലും പോർഷൻസ് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് നമ്മൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അതുകൂടെ പഠിച്ച് പൂർത്തീകരിക്കുക. നെക്സ്റ്റ് സൺഡേ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്റർ പഠിക്കണം. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഒത്തിരി സമയം എടുക്കുന്ന ഒരു ചാപ്റ്റർ ആണ്, ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ കൂടെയാണ്. 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്റർ നിന്ന് ചോദിക്കും. സോ ആ ചാപ്റ്റർ സൺഡേ പഠിക്കുക. നെക്സ്റ്റ് മൺഡേ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുക. ട്യൂസ്ഡേ ലാസ്റ്റ് ചാപ്റ്റർ പ്രോബബിലിറ്റി. ഞാനിതൊരു സ്റ്റഡി പ്ലാൻ ആയിട്ട് പറഞ്ഞുവെങ്കിലും ഏതെങ്കിലും ദിവസം ഏതെങ്കിലും ചാപ്റ്റർ പഠിച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം അത് പൂർത്തീകരിക്കുക. മാത്സിനോടൊപ്പം മറ്റ് സബ്ജക്റ്റുകൾ പഠിക്കണം, പക്ഷേ ഒരു 2 മണിക്കൂർ സമയം നിങ്ങൾ ദിവസേന ഇതിനു വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ ഓൾറെഡി പഠിച്ചതാണല്ലോ, ഇത് പഠിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. ഓൾറെഡി ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികൾക്കും ഇതിന്റെ ഒരു ഐഡിയ ഉണ്ടാക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ. മോഡൽ എക്സാമിനേഷന് ശേഷം വീണ്ടും നിങ്ങൾക്കൊരു 8 ഡേയ്സ് അല്ലെങ്കിൽ 7 ഡേയ്സ് വീണ്ടും ഇതൊക്കെ ഒന്നുകൂടെ പഠിച്ചുറപ്പിക്കാനുള്ള അവസരം കിട്ടും. അതുകൊണ്ട് തന്നെ യാതൊരു ടെൻഷന്റെ ആവശ്യമില്ല. നിങ്ങളുടെ മാക്സിമം കപ്പാസിറ്റി യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മോഡൽ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക. ഈ രീതിയിൽ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്ത് ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിന്റെയും ഞാൻ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ ടെസ്റ്റ് പേപ്പർ സീരീസ് ഞാൻ നടത്തുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പോസ്റ്റ് ചെയ്യും. +1 എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്റ്റുഡൻസ് ടെലഗ്രാം ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ഓരോ ദിവസവും നൈറ്റിൽ ഈ പറഞ്ഞ പോർഷൻസിന്റെ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും. ടെസ്റ്റ് പേപ്പറിന്റെ സമയം കഴിഞ്ഞതിന് ശേഷം അതിന്റെ ആൻസേഴ്സും PDF-ഉം ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് സ്വയം ഇവാലുവേറ്റ് ചെയ്യാം. തീർച്ചയായും എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒത്തിരി PDF ഫയൽസ് ആ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ മോഡൽ എക്സാമിനേഷൻ അല്ലേ, അതിന് വലിയ പ്രാധാന്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഉഴപ്പുവാൻ പാടില്ല. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. വളരെ സീരിയസ് ആയിട്ട് എടുക്കുക, ഗൗരവത്തിൽ എടുക്കുക, അർഹിക്കുന്ന പ്രാധാന്യത്തോടു കൂടി എടുക്കുക. എക്സാമിനേഷൻ സീരിയസ് ആയി എഴുതുക. അത് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനേഷന് സഹായകരമാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പരീക്ഷാകാലമാണ്. ഇനിയുള്ള ദിവസം ബാക്കിയുള്ള കളികളെല്ലാം ഉപേക്ഷിക്കുക, പഠിത്തത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. കാരണം +1 എക്സാമിനേഷന്റെ മാർക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. +1 അല്ലേ, നമുക്ക് +2 അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ച് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം എന്ന് വിചാരിക്കരുത്. +1 നഷ്ടപ്പെടുന്ന മാർക്ക് നഷ്ടപ്പെട്ടതാണ്, തിരിച്ചെടുക്കാൻ പറ്റാത്ത മാർക്കാണ് +1 നഷ്ടപ്പെടുന്നത്. +2 എത്തുമ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ഉണ്ടല്ലോ. നിങ്ങൾക്കറിയാം ഈ വർഷം സാധാരണ ഉള്ളതുപോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലല്ല ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ. ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ഉണ്ട് എങ്കിൽ തന്നെ അടുത്ത വർഷത്തെ നിങ്ങളുടെ +2 എക്സാമിനേഷനൊപ്പം ആയിരിക്കും +1 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ. +2 ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പ്രാക്ടിക്കൽസ് ഉണ്ട്. അതിനിടയ്ക്ക് വീണ്ടും +1 എന്ന് പറയുന്നത് അതികഠിനമായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ആ സ്വപ്നം മാറ്റിവെച്ചോളൂ. ഇവിടെ തന്നെ നിങ്ങൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ട് മാക്സിമം മാർക്ക് +1 പബ്ലിക് എക്സാമിനേഷൻ സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. അതിനുള്ള ഒരു മുന്നൊരുക്കം എന്ന രീതിയിൽ ഈ മോഡൽ എക്സാമിനേഷൻ കാണുക. മോഡൽ എക്സാമിനേഷന് കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ട് തന്നെ എക്സാമിനേഷൻ എഴുതുക. ഒരു ദിവസം 2 എക്സാമിനേഷൻ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് എങ്കിലും നിങ്ങൾക്ക് പഠിക്കുവാൻ ചെറിയൊരു സമയം അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ പല സ്കൂളുകളിലും റിവിഷന്റെ സമയമാണ്. അതുകൊണ്ട് സമയം ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ സമയം ഫലപ്രദമായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മികച്ച സ്കോർ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.